നമ്മുടെ ഇക്കാക്ക പറഞ്ഞു തന്ന ഒരനുഭവമാണ്. അധ്യാപകർ കുറച്ച് ആളുകൾ കണ്ണൂരിലെ സെൻട്രൽ ജയിൽ കാണാൻ പോയി. അപ്പോൾ അവർക്ക് ജയിലിലെ കാഴ്ചകളും രീതികളുമൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഒരു തടവ് പുള്ളിയെ അവരുടെ കൂടെ പറഞ്ഞയച്ചു. അയാൾ വളരെ ശാന്തനായൊരു മനുഷ്യനാണ്. ഒരു കുറ്റവാളിയുടെ രൂപമോ ഭാവമോ ഒന്നും പെരുമാറ്റത്തിലൊന്നും കാണുന്നില്ല. അപ്പോൾ ഇവർ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അയാളൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഒരു 2 മിനിറ്റ് നേരം ക്ഷമിച്ചിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എനിക്കിവിടെ വരേണ്ടി വന്നത്. പിന്നീടാണ് അയാളുടെ കഥ അറിയുന്നത്. അയാളൊരു ദിവസം വീട്ടിലേക്ക് വന്നു. ഭാര്യയോട് ഭക്ഷണം ചോദിച്ചു. അവൾ TV കണ്ടിരിക്കുകയായിരുന്നു. വരാൻ കുറച്ച് സമയമൊന്ന് വൈകി. അയാൾ ദേഷ്യപ്പെട്ട് അവളുടെ ഷാള് പിടിച്ചു വലിച്ചു. അവൾ ഷാളിങ്ങനെ കഴുത്തിലൂടെ കസേരയുടെ പുറത്തേക്ക് ഇട്ടതായിരുന്നു. കഴുത്തിൽ ഷാള് കുരുങ്ങി തൽക്ഷണം മരിച്ചു. അതിൻ്റെ എല്ലാ സങ്കടങ്ങളും ആധിയും തകർന്നുപോയ ഒരു കുടുംബത്തെക്കുറിച്ചുള്ള വിഷമങ്ങളുമായി ആ മനുഷ്യൻ ഇപ്പോഴും അവിടെ കഴിയുന്നുണ്ട്. എന്താണ് ശരിക്കും ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ തന്നെ ഉള്ളിൽ ഉള്ള ഒരു ശത്രുവാണ് ദേഷ്യം. ചെറിയ ശത്രുവൊന്നുമല്ല. അയാളിങ്ങനെ തക്കം പാർത്തിരിക്കുന്നുണ്ട്. അയാൾക്ക് വേണ്ടി നമ്മൾ തുറന്നു കൊടുക്കുന്ന വാതിലിൻ്റെ പേരാണ് ദേഷ്യപ്പെടൽ. കൽപ്പറ്റ നാരായണൻ മാഷ് പറഞ്ഞതുപോലെ, നിന്റെ ഉള്ളിൽ നീ തന്നെ പാലൂട്ടി വളർത്തുന്ന ഒരു കൊടുങ്കാറ്റുണ്ടല്ലേ, അതുപോലൊരു കൊടുങ്കാറ്റാണത്. പക്ഷെ അതിൻ്റെ എല്ലാ സങ്കടങ്ങളും, പറഞ്ഞു പോയതും ചെയ്തു പോയതും തീരുമാനിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തന്നെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കേണ്ടി വരും. ദേഷ്യത്തിന് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. പക്ഷെ ആ കുറച്ച് സമയത്ത് നമ്മൾ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ, എടുക്കുന്ന ചില തീരുമാനങ്ങൾ, ചെയ്തു പോകുന്ന ചില പ്രവൃത്തികൾ, അതിന് കുറച്ച് നേരത്തെ ആയുസ് ആകണമെന്നില്ല. അതിൻ്റെ എല്ലാ ദുഃഖവും നമ്മുടെ തന്നെ കൂടെ നിരന്തരമായി നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ശ്രീബുദ്ധ പറഞ്ഞത്, ഒരാൾ വിഷം കുടിച്ചിട്ട് വേറൊരാൾ മരിക്കാൻ കാത്തിരിക്കൽ ആണ് ദേഷ്യപ്പെടൽ. നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സങ്കടങ്ങളും മറ്റുള്ളവരെ ബാധിക്കുന്നത് പോലെ നമ്മളെയും ബാധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്താണ് ദേഷ്യപ്പെടാതിരിക്കാനുള്ളൊരു വഴി? എന്താണ് മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനുള്ളൊരു വഴി? എന്താണ്? ഒറ്റ വഴിയേ ഉള്ളൂ, ഒരു എളുപ്പ വഴി. അതാണ്. എന്താണെന്നറിയോ? മനുഷ്യന്മാർക്ക് മാപ്പ് കൊടുത്തുകൊണ്ടേയിരിക്കുക. സങ്കടങ്ങൾക്ക്, വേദനകൾക്ക്, ചെറിയ ചെറിയ നിരാശകൾക്ക്, ഇതൊക്കെ നിരന്തരമായി മനുഷ്യനിൽ നിന്ന് നമ്മൾ അനുഭവിക്കേണ്ടി വന്നുകൊണ്ടേയിരിക്കുന്നു. മാപ്പ് കൊടുക്കുക. ദേഷ്യപ്പെടാതെ സ്വയം നിയന്ത്രിക്കാനുള്ള ഒരേ ഒരു വഴി അതാണ്. നന്നായി ഉറങ്ങാൻ പറ്റുക എന്നുള്ളതാണ് ഒരാളുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും സുസ്ഥിതിയുടെ, ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. നന്നായി ഉറങ്ങാൻ കഴിയുക എന്ന് പറഞ്ഞാൽ നന്നായി വിശ്രമിക്കാൻ കഴിയുക എന്നാണ്. എങ്ങനെയാണ് ഒരാൾക്ക് നല്ല ഉറക്കം സാധ്യമാവുക? അതിനൊന്നാമതായിട്ട് വേണ്ടത് ഉറങ്ങാൻ കൃത്യമായ ഒരു സമയം നിശ്ചയിക്കുക എന്നുള്ളതാണ്. ചില കാരണങ്ങൾ കൊണ്ട് ആ സമയത്തിൽ വ്യത്യാസങ്ങളൊക്കെ സംഭവിച്ചേക്കാം, സ്വാഭാവികമാണ്. എങ്കിലും ചിട്ടയൊത്ത കൃത്യതയുള്ള ഒരു സമയം നമ്മുടെ ഉറക്കിനു വേണ്ടി നമ്മൾ നിശ്ചയിച്ചിരിക്കണം. അങ്ങനെ നമ്മൾ കിടന്നിട്ടും ഉറക്കം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഫോൺ എടുത്ത് നോക്കും. അതോടുകൂടി നമ്മുടെ മനസ്സ് ഉണരും, നമ്മുടെ ഉറക്കം പിന്നെയും വൈകും. അതുകൊണ്ട് ഉറങ്ങുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മുടെ മനസ്സും നമ്മുടെ കണ്ണും എല്ലാ തരത്തിലുള്ള സ്ക്രീനിൽ നിന്നും പിൻവാങ്ങണം. നമ്മുടെ മനസ്സും നമ്മുടെ കണ്ണും സ്ക്രീൻ ഫ്രീ ആയിട്ടില്ല എങ്കിൽ നമുക്ക് നല്ല ഉറക്കം സാധ്യമാവില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഉറങ്ങാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ടല്ലോ, നമ്മുടെ കിടപ്പറ. അത് നമ്മൾ ഉറങ്ങാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായിട്ട് കാണുക എന്നുള്ളതാണ്. മറ്റുള്ള പല കാര്യങ്ങൾ, വിശ്രമിക്കാൻ വേണ്ടിയിട്ട്, വായിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ അവിടെ പോയി ഇരുന്നാൽ എന്താ സംഭവിക്കുക എന്നറിയോ? നമുക്ക് ഉറങ്ങാൻ വേണ്ടി നമ്മൾ വരുന്ന സമയത്ത് ഉറക്കം വൈകും. കാരണം നമ്മുടെ മനസ്സ് കണ്ടീഷൻ ചെയ്യപ്പെടുമ്പോഴാണ്
ഉറങ്ങാൻ ഉള്ള ഒരു സ്ഥലം എന്ന രീതിയിൽ നമ്മുടെ മനസ്സ് കണ്ടീഷൻ ചെയ്യപ്പെടുമ്പോഴാണ് നമുക്ക് അവിടെ എത്തിയാൽ ഉറക്കം വരും. നമ്മൾ ആരാധനാലയത്തിൽ ചെന്നാല് നമുക്ക് ദൈവത്തെ ഓർമ്മ വരും. അതെന്തുകൊണ്ടാ? അതാരും പറയണ്ട, നമുക്കറിയാം. അവിടെ എത്തിയാൽ ദൈവത്തെ ഓർമ്മ വരും. നമ്മുടെ മനസ്സ് കുറച്ചുകൂടെ ആത്മീയമാകും. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ അങ്ങനെ കണ്ടീഷൻ ചെയ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മുടെ മനസ്സ്. ഇതേപോലെ ഉറങ്ങാൻ വേണ്ടിയുള്ള സ്ഥലത്തെത്തിയാൽ ഉറക്കം സാധ്യമാവണം, ഉറക്കം നടക്കണം. അത് വൈകാൻ പാടില്ല. അതിനെന്ത് വേണം? ആ സ്ഥലം ഉറങ്ങാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമായിട്ട് നിശ്ചയിക്കപ്പെടുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഉറങ്ങുന്നതിന്റെ മുമ്പുള്ള കുറച്ച് സമയമാണ്. അത് നമ്മൾ എങ്ങനെ ചെലവഴിക്കുന്നു? ഞങ്ങൾ സാധാരണ പരീക്ഷിക്കാറുള്ളൊരു കാര്യം പറയാം. ഉറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് ഞങ്ങൾ ചെയ്യാറുള്ളത് ആ ദിവസം നടന്നിട്ടുള്ള സന്തോഷമുള്ള കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയണം. 3 പറയണം. അത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആകാം. സന്തോഷമുള്ളൊരു സംസാരമാവാം, ഇഷ്ടമുള്ള ഒരാളെ കണ്ടതാകാം, ഇഷ്ടമുള്ളൊരു വാക്ക് കേട്ടതാകാം, ഇഷ്ടകരമായൊരു പ്രവർത്തനം നടന്നതാകാം. എന്തെങ്കിലും ഒരു കാര്യം മനസ്സ് സന്തോഷം നിറയുന്ന, ഓർമ്മയിൽ സന്തോഷം കടന്നു വരുന്ന ഒരു കാര്യം പറയണം. സന്തോഷമുള്ള കാര്യം മാത്രമല്ല, ഇഷ്ടമുള്ള മനുഷ്യരെ കുറിച്ച്, ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെ കുറിച്ച്, ഇഷ്ടമുള്ള ഹോട്ടലുകളെ കുറിച്ച്, ഇഷ്ടമുള്ള പാട്ടുകളെ കുറിച്ച്, ഇഷ്ടമുള്ള സ്ഥലങ്ങളെ കുറിച്ച്, ഇഷ്ടമുള്ള യാത്രകളെ കുറിച്ചൊക്കെ ഞങ്ങൾ അങ്ങനെ പറയാറുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക എന്നറിയോ? നമ്മുടെ മനസ്സൊന്നുകൂടെ ഇങ്ങനെ തണുക്കും. നമ്മുടെ ഓർമ്മയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ ഓർത്തെടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് കുറച്ചുകൂടെ കാമാകും. ദുഃഖകരമായ, സങ്കടകരമായ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മൾ ഓർത്തെടുക്കുന്നത് എങ്കിൽ നമ്മുടെ ഉറക്കിനെ അത് ബാധിക്കും. ആ നേരത്തെ പ്രാർത്ഥനകൾ പോലും അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുറ്റങ്ങളൊക്കെ ഏറ്റുപറയുന്ന പ്രാർത്ഥനകളെക്കാൾ നല്ലത് നമ്മുടെ നന്മകള്, നമ്മൾ ചെയ്തിട്ടുള്ള നന്മകളൊക്കെ ഓർത്തെടുത്ത് പറയാ, ദൈവത്തിന് നന്ദി പറയുന്ന, സ്തുതി പറയുന്ന, ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന പ്രാർത്ഥനകളാണ് ആ നേരത്തെ ഏറ്റവും നല്ലത്. മനുഷ്യൻ സൗരജീവിയാണ്. സൗരജീവി എന്ന് പറഞ്ഞാല് സൂര്യനെ പോലെ ഉണരുകയും സൂര്യൻ അസ്തമിക്കുന്നതോടെ വിശ്രമത്തിലേക്ക് പിൻവാങ്ങുകയും ചെയ്യേണ്ട ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ട് നമുക്ക് നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കൃത്യവും ആഴമുള്ളതുമായ ഉറക്കിലേക്ക് നമ്മളെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടോ? നല്ല സ്നേഹമുണ്ടോ? എങ്കില് അവര് നന്നായി ഉറങ്ങട്ടെ. നമ്മുടെ ഒരു മെസ്സേജ് കൊണ്ട്, നമ്മുടെ ഒരു ഫോൺ കോൾ കൊണ്ട് അവരുടെ ഉറക്കിനെ ബാധിക്കേണ്ട. അത് ഫോണൊക്കെ അവിടെ വെച്ചിട്ട് നന്നായി ഉറങ്ങൂ എന്ന് പറയലാണ് ഒരാളോടുള്ള ഏറ്റവും മനോഹരമായ സ്നേഹപ്രകടനങ്ങളിലെ ഒരടയാളം.